നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ചിലരൊക്കെ ഉണ്ടാവും. നമ്മൾ എത്ര ദേഷ്യത്തോടെ സംസാരിച്ചാലും നമ്മളോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുന്ന ചിലര്. അവർക്ക് ദേഷ്യം വരാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് അവർക്ക് ദേഷ്യം വന്നാലും അവരത് ഒതുക്കുന്നത്. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കരുത്. പകരം നമ്മൾ എങ്ങനെയാണോ അതിൽ നിന്ന് കുറച്ചും കൂടെ മെച്ചപ്പെടുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ, അവർ നിങ്ങളുടെ മരണം വരെയും നിങ്ങളെ പിന്തുണയ്ക്കും. നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തുകയും നമ്മളെ കുറ്റപ്പെടുത്തുകയും നമ്മളെ മുറിവേൽപ്പിക്കുകയും നമ്മളെ കളിയാക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മൾക്ക് ചുറ്റും ഉണ്ടാകണം. അവരിൽ നിന്നൊക്കെ കിട്ടുന്ന നെഗറ്റീവ് എനർജി നമുക്ക് വലിയൊരു പോസിറ്റീവ് എനർജിയാക്കി, പോസിറ്റീവ് ഊർജ്ജമാക്കി നമുക്ക് മാറ്റാൻ കഴിയണം. നമ്മളെ തകർക്കാനും തളർത്താനും ഒക്കെ ചുറ്റുപാട് ഒരുപാട് ആൾക്കാരുണ്ടാകും. പക്ഷെ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് മുന്നോട്ട് പൊക്കോളണം. കാരണം ജീവിതം നമ്മുടേതാണ്, ജീവിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ എന്ന് മുതൽ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു, അതായത് നമ്മൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ പെരുമാറ്റ രീതികളും സ്വന്തം പെരുമാറ്റ രീതികൾ എന്ന രീതിയിൽ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അങ്ങനെ ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് ആ വ്യക്തിയോട് അത്രയധികം സ്നേഹം ഉണ്ടാകണം. നമ്മൾ മനുഷ്യരെപ്പോഴും കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടാതെ, അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഓർത്തിട്ട് നമ്മൾ ദുഃഖിക്കാറാ പതിവ് അല്ലേ? കുറേയേറെ അനുഭവങ്ങളും തിരിച്ചറിവുകളും ആയി കഴിയുമ്പോൾ മുതലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് കിട്ടിയില്ല എന്ന് ഓർത്ത് ദുഃഖിക്കാൻ നിൽക്കാതെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നോർത്ത് നമ്മൾ സന്തോഷിക്കണം. അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇനി നമുക്ക് എന്തൊക്കെ നേടാൻ കഴിയും, എന്തൊക്കെ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ, ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. നഷ്ടപ്പെടുന്നതൊന്നും നമുക്കുള്ളതല്ല, നഷ്ടപ്പെട്ടു പോയതൊക്കെ പോയി എന്നുള്ള ചിന്ത നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. ഇനി നമുക്ക് എന്ത് നേടാൻ കഴിയും എന്നുള്ളതിനേക്കായിരിക്കണം നമ്മുടെ ശ്രദ്ധ. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എത്രയൊക്കെ വിജയങ്ങൾ നേടിയാലും ഇനി എത്രയൊക്കെ സമ്പാദിച്ചെന്ന് വന്നാലും ശൂന്യമായ കൈകളോടുകൂടിയാണ് നമ്മളൊക്കെ ഇവിടം വിട്ടുപോകേണ്ടതെന്നുള്ള പരമമായ സത്യം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കണം. വിജയം എന്നത് ഒരിക്കലും സന്തോഷത്തിന്റെ താക്കോലായി കാണരുത്, പകരം സന്തോഷത്തെ വിജയത്തിന്റെ താക്കോലായി കാണുക. പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരെങ്കിലും നിങ്ങൾ കാരണം വരുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഓർക്കുക, കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാകും. അതിനാൽ തന്നെ നമ്മുടെ വാക്കുകളോ പ്രവൃത്തിയോ ഒന്നും തന്നെ മറ്റൊരാൾക്ക് വേദന ഉളവാക്കുന്നതാകാതിരിക്കട്ടെ. നമ്മൾ നെഗറ്റീവ് കാണുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും, പക്ഷെ നമ്മൾ അതിൽ തളർന്നു പോകരുത്. കാരണം മഞ്ഞപ്പിത്തം പിടിച്ചവർക്കെല്ലാം മഞ്ഞയായിട്ടേ അനുഭവപ്പെടുകയുള്ളൂ. ജീവിതത്തിൽ കടന്നു വന്ന വഴികളിലൊക്കെയും ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചറിവ്. അതിൽ നിന്ന് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടി നമുക്ക് തരും. എപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സ് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും തകർന്നു പോവുകയില്ല, തളർന്നു പോവുകയില്ല. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ നേരിട്ടിട്ടും ഒരുപാട് പേരൊന്നും നമ്മുടെ മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്നത്. ഒരു സ്ത്രീ നിങ്ങളെ വിട്ടുപോകുവാനും നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനും തീരുമാനിച്ചാൽ അവർ നിങ്ങളെ അവിശ്വസിക്കാൻ തുടങ്ങും. എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ചിരിക്കാൻ പഠിക്കണം. ആരെയും തളർത്താൻ വേണ്ടിയല്ല, സ്വയം തളരാതിരിക്കാൻ വേണ്ടി. ആരൊക്കെ തളർത്തിയാലും തളരില്ല എന്നുള്ള ബോധ്യം സ്വയം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. ചതികൾ എപ്പോഴും നമുക്ക് വേദന ഉണ്ടാക്കുന്നത് അത് ശത്രുക്കളിൽ നിന്നുണ്ടാകുമ്പോഴല്ല, മറിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളെ ചതിക്കുമ്പോഴാണ്. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്ത് സംസാരിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ അസ്വസ്ഥനാക്കും, അതെന്തിൻ്റെ പേരിലാണെങ്കിലും. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. പല പ്രശ്നങ്ങളെയും വലുതാക്കുന്നതും ചെറുതാക്കുന്നതും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും തന്നെയാണ്. തനിക്ക് ആകർഷണമെന്ന് തോന്നുന്ന പുരുഷനോട് സ്ത്രീ എപ്പോഴും സത്യസന്ധത കാണിച്ചിരിക്കും. കർമ്മത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അർഹിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് തന്നെ ലഭിക്കുക ചെയ്യും. ന്യായം എന്നത് നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ, തെറ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ, ആരൊക്കെ നമ്മളെ മോശക്കാരാക്കാൻ നോക്കിയാലും തളർത്താൻ ശ്രമിച്ചാലും കാലം ഒരിക്കലും നമ്മളെ തോറ്റുകൊടുക്കുവാൻ അനുവദിക്കുകയില്ല. നമുക്ക് ചുറ്റുമുള്ള പല ജീവിതങ്ങളെയും നാം നോക്കിക്കാണുമ്പോൾ അവരെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതുവരെ അവരിലുണ്ടായിരുന്ന നമുക്കുള്ള കാഴ്ചപ്പാടുകളൊക്കെയും മാറി മറിഞ്ഞെന്ന് വരാം. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ വളരെ നിസ്സാരമായി തോന്നിയെന്നും വരാം. ഓർക്കുക, നമ്മുടെയൊക്കെ ജീവിതം വളരെ ചെറുതാണ്. ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറന്നേക്കുക. സംഭവിച്ചതെല്ലാത്തിനും ഒരു കാരണമുണ്ടാകും.